അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിട്ടുള്ള 2 പേര് ഇന്ന് നമ്മുടെ ഫാമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ജഗന്നാഥിന് അതുപോലെ തന്നെ ഫിറോസ് ഭായ്, ഇവർ 2 പേരും ഇന്ന് നമ്മുടെ ഫാമിലെത്തിയിട്ടുള്ളത് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഇവരിപ്പോൾ എന്തൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇത് കളക്ട് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടീൻ പെർസെൻറ്റേജ് അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു യൂണിറ്റാണ്. അപ്പോൾ അതല്ലാതെ ഇവർ പുതിയൊരു യൂണിറ്റ് ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കട്ടെ. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഫാമിൽ എത്താനുള്ള റീസൺ എന്താണ്? അത് ഞങ്ങൾ കുറേ സ്ഥലത്ത് ഈ ബ്ലാക്ക് സോൾ ലാർവനെ തപ്പി ഇറങ്ങി, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഇക്കാനെ വിളിച്ചപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരൻ ഐവിൻ്റെ കറപ്പിലാണ് ഇക്കാനെ വിളിച്ച് കിട്ടിയത്. ഓക്കെ, ഈ ഐവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചാണോ പഠിക്കുന്നത്? ഞങ്ങൾ ഒരുമിച്ച് പഠിക്കും. ഇതിപ്പോൾ ഒരു പ്രോജക്റ്റ് ടീമായിട്ടാണോ? 4 പേര് ഒരു ടീമിൽ വരിക. 4 പേര് ഒരു ടീമിൽ വരിക. 4 പേരിലുള്ള ഒരു പ്രോജക്റ്റാണ്. 2 പേര് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ 2 പേര് പിന്നെ ഒരാൾ കൊല്ലത്തും ഒരാൾ തൃശ്ശൂരാണ്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റ് ത്രൂ എൻഡമോഗ്രഫി എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊരു സംഭവം. അതായത് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ വെച്ചിട്ട് വേസ്റ്റ് എത്രത്തോളം നമുക്ക് കുറക്കാൻ പറ്റും, അതാണ് ഞങ്ങളുടെ മെയിൻ പ്രൊജക്റ്റിൻ്റെ തീം. പിന്നെ ഒരു ഡിസൈൻ ഞങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി എഫിഷ്യൻ്റ് ആണ്. അതെ, കുറേ സുഹൃത്തുക്കൾ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ കൾച്ചർ ചെയ്യുന്ന സംഭവം ചെയ്തിട്ട് പരാജയപ്പെട്ട് നമ്മളോടും പറയാറുണ്ട്. ഇത് മറ്റേ ലാർവ സ്റ്റേജിലാകുമ്പോൾ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അതിന് എങ്ങനെയാണ് ഡിസൈൻ ഉദ്ദേശിക്കുന്നത്? അത് ഞങ്ങളൊരു ഡിസൈൻ ഇപ്പോൾ പൂർണ്ണ രൂപത്തിലായിട്ടില്ല. ഞങ്ങളുടെ ഡിസൈൻ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കൊരു പൈപ്പ് കണക്ഷൻ ഉണ്ടായിരിക്കും. അതിന് ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, ഒരു ഇൻക്ലൈൻഡ് സ്ലോപ്പ് ഒക്കെ ആയിരിക്കും. നമുക്ക് വരുന്ന ഫുൾ ലാർവേനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് മാക്സിമം എമൗണ്ട് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഇതേപോലെ ഒരു പാത്രം കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ പാത്രത്തിൽ തനിയെ വന്നിട്ട് സ്റ്റോർ ആവും ലാർവ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ലാർവ കോഴികൾക്ക് തീറ്റായിട്ടും അതുപോലെ തന്നെ ഫിഷിന് തീറ്റായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളും അങ്ങനത്തെ ഡീറ്റെയിൽ നമുക്കറിയില്ല, പ്രോട്ടീൻ കണ്ടൻറ്റൊക്കെ. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് കൂടുതലായിട്ട്? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ള ഒരു ലാർവയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 to 50% ഇതിൽ പ്രോട്ടീൻ തന്നെ ഉണ്ട്. ബാക്കി 30% നമുക്ക് ഫാറ്റ് ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഈ ലാർവയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാർവ വലുതായിട്ട് ഈ പാറ്റിയും പ്രാണിയായിട്ട് പോയാലും ഇതിനെ മൗത്തില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് ഇതിനുകൊണ്ട് വലിയ ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എത്ര കൾട്ടിവേറ്റ് ചെയ്താലും അത് പ്രകൃതിക്ക് നല്ലതാണ്. കാരണം അത്രയധികം മാലിന്യം നമുക്ക് സംസ്കരിച്ചെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഇതിന് തന്നെ കുറേ ഉപകാരങ്ങളുണ്ട്. ഇത് ഉണക്കി സൂക്ഷിച്ചിട്ട് നമുക്ക് പശുവിനെയും ഈ കോഴികൾക്കൊക്കെ ഫീഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലാണ്ട് ഡയറക്റ്റും കൊടുക്കാൻ പറ്റും. എങ്ങനെ ഈ ലാർവേ? ഈ ലാർവേനെ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. പശുവിന് കൊടുക്കാൻ പറ്റും, ജീവനോട് കൊടുക്കാം. ഈ പെല്ലറ്റ് രൂപത്തിലാക്കി ഫെർട്ടിലൈസറായിട്ട് ഭയങ്കര കാര്യമുള്ളതാണ്. ഇത് ഫുഡായിട്ട് മാത്രം യൂസ് ചെയ്യുന്നേക്കാം. കുറേ ഉപകാരമുണ്ട് ഇത് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിനെ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ കമ്പോസ്റ്റിനേക്കാൾ വാല്യൂ ഉണ്ടായിരിക്കും എന്തായാലും. അതിൽ NPK വാല്യൂ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഇതാകും. അപ്പോൾ ഞങ്ങളിപ്പോൾ ലാബിക്ക് വിടാൻ വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ആ ലാബിക്ക് വിട്ടണമെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരികയാണെന്ന് എനിക്ക് അറിയിക്കാം. എന്തായാലും ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും നോർമൽ ഇതിനേക്കാൾ NPK വാല്യൂയും പിന്നെ ബാക്കിയുള്ള മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കണ്ടൻറ്റൊക്കെ കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷേ ഇത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് ഈസി ആയിട്ട് ലോ കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടും നമ്മുടെ നാട്ടിൽ ഇതൊന്നും അത്ര ജനങ്ങൾക്കിടയിൽ അത്ര ഇതായിട്ടില്ലല്ലോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചാണകപ്പുഴുവിനാണ് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെയാണ് ഇതിപ്പോൾ മാലിന്യത്തിൽ നിന്ന് ഒരു സാധനം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് ഈ ജൈവ മാലിന്യം നമുക്ക് ഈ കോർപ്പറേഷനല്ലേ അവർക്ക് ഈ സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം ഭാരം കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നാച്ചുറൽ അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ലാർവേനെ നേരെ പ്രോട്ടീൻ പ്രൊഡക്റ്റ് ആയിട്ട് അവർക്ക് മത്സ്യകൃഷി ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബശ്രീ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. പക്ഷേ മാനസികമായിട്ട് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണല്ലോ ഈ പുഴുവായതുകൊണ്ടുള്ളത്. നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവേനെ നമ്മൾ കൾച്ചർ ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിലാട്ടോ. ഇതിനകത്ത് നിന്ന് ഇപ്പോൾ കളക്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് മെച്ചൂർഡ് ആയതും എല്ലാത്തതും ഒക്കെ വേണ്ടി വരും അല്ലേ? ഓക്കെ, അതെനിക്ക് കുറച്ച് കാലത്തേക്ക് എന്തായാലും വീട്ടിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് അതുണ്ടല്ലേ ഈസിയായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈസിയായിട്ട് പറ്റുന്നുണ്ട്. ഇത് മെച്ചൂർഡ് ആയതുണ്ടല്ലേ? മെച്ചൂർഡ് ആയത്. ഓക്കെ, നമുക്ക് 15 ദിവസം കൂടുമ്പോൾ ഇതിന്റെ സൈക്കിള് അങ്ങനെ സംഭവം അറിയോ? ഒരു ഇത്ര ദിവസത്തിന്റെ ഉള്ളിലാണ് ഇത് 15 ദിവസത്തിന്റെ ഉള്ളിലാണ് മെച്ചൂർ ആവുക. പിന്നെ പ്രീ പ്യൂപ്പ സ്റ്റേജ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിലേക്ക് കൺവേർട്ട് ചെയ്യും, പ്രോട്ടീൻ കണ്ടന്റ് ആവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മെച്ചൂർ ഫോം ആയിരിക്കും. ആ മെച്ചൂർ ഫോമിൽ പിന്നെയാണ് എഗ് ചെയ്യുക. എഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു
ഈ വാഴത്തണ്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാണി തനിയെ പോയിട്ട് എഗ് ചെയ്യും. ആ എഗ് എന്ന് പറഞ്ഞാൽ ഷവർ ഹാച്ചിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വഴിയാണ്, എന്നാൽ ഷവർ ഹാച്ചിങ് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഇതൊരു മുകളിൽ കെട്ടിയിട്ടാണെങ്കിൽ ഇത് ഷവർ ഹാച്ചിങ് പോലെ നമുക്ക് എഗ് വിരിഞ്ഞ് കിട്ടും. ഷവർ ഹാച്ചിങ് തന്നെ പറയാം മെയിനായിട്ട്. ഈ ബ്ലാക്ക് കളർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുണ്ടാവും. ഇക്കയുടെ അടുത്ത് വന്നപ്പോൾ കണ്ടത് ഇത് ലാർവകൾ ഇതിന് ടാങ്കിൽ കണ്ടമാനുണ്ട്, പക്ഷേ ഇക്ക കളക്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇപ്പം ഈ പാത്രം നോക്കി, ഈ പാത്രത്തിൽ ആകെ 4-5 ലാർവേ ഉള്ളൂ. ഓക്കെ, 5-10. അപ്പോൾ കുറച്ചും കൂടി ഡിസൈൻ കുറച്ചും നല്ല രീതിയിലാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പച്ച പൈപ്പ് വഴിയാണ് കയറി പോകുന്നത്. അപ്പോൾ ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ചും കൂടി ഇപ്പം ഞങ്ങളുടെ ഡിസൈനൊക്കെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് കോരി എടുക്കുന്ന സമയത്ത് ആ ബ്ലാക്ക് സ്റ്റേജിലുള്ള ലാർവ കിട്ടുന്നുണ്ടല്ലേ? കണ്ടോ, മെച്ചൂറായ ലാർവകളൊക്കെ ഇതിൽ കുറേ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഈ ടാങ്കിൽ ഇപ്പോൾ ഈസി ആയിട്ട് ഞങ്ങളിപ്പോൾ കളക്ട് ചെയ്താൽ ഇതിലാണെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ളൂ. ഇപ്പോൾ നോക്കി മെച്ചൂറായ എത്ര ലാർവ ഉണ്ട് ഇതിൽ? ഒരുപാട് കാണുന്നുണ്ടല്ലേ? അതിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഇതെന്ന് പറയണെങ്കിലേ ഈ വേസ്റ്റ് ഉള്ള സ്ഥലത്ത് നിന്നില്ലേ, മെച്ചൂർ ഇതിൽ വേസ്റ്റ് ഉള്ള സ്ഥലത്ത് ഇരിക്കും അത്ര താല്പര്യമില്ല ഈ ജീവികൾക്ക്. അപ്പൊ അവര് വേസ്റ്റിൽ നിന്ന് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഡിസൈൻ അങ്ങനത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് സ്ലോപ്പിലുണ്ട് ഈസി ആയിട്ട് അത് കളക്ട് ചെയ്യാൻ പറ്റും. വേറൊരു മൂലയിൽ വന്നിട്ട് അടിയും. അപ്പൊ നമ്മളവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ടാവും. ആ പൈപ്പിൽ നമ്മൾ ഈസി ആയിട്ട് പാത്രം വഴിയാണെങ്കിൽ അത് ഡയറക്റ്റ് അക്വപോണിക്സ് ഒക്കെ കളക്ട് ചെയ്യില്ലേ, അക്വപോണിക്സിലൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഒരു പണി അറിയാതെ വേസ്റ്റ് മാത്രം കൊണ്ടുപോയിട്ടാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് തനിയായി ഫീഡ് ആയിക്കോളും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ആവില്ല, നമ്മൾ എന്തായാലും ഫീഡ് ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഒരു അഡീഷണൽ ഫുഡ് പോലെ നമ്മൾ ചായക്ക് അടി അടിക്കുന്ന പോലെ തനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് ഉപകാരപ്പെടും. ഇപ്പൊ ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് ലാർവകൾ ഇതുണ്ടോ, ഇത് ഫുള്ള് ലാർവ കേട്ടോ. ആ ഡിസൈനിലുള്ള ഒരു പ്രോബ്ലം കാരണമാണ് എനിക്ക് ഇത് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റാത്തത്. പുറത്തു വരുന്നില്ല. അല്ലെങ്കിൽ ഇത് ഫ്ലൈ ചെയ്ത് പോകാനാണ് ചാൻസ് കൂടുതൽ. മെച്ചൂർ ആയിട്ട് പാറ്റയായിട്ട് പറന്നു പോകണ്ടാവും. ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നല്ലോ, അത് ഇവിടെ പാറ്റ പറന്നു പോകണ്ടാവും. അതാണ് ഇതിലൊരു പോരായ്മയായിട്ട്. മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല കേക്ക്. കേക്ക് ഒരു 10% 20% കളക്ട് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. കാരണം അതിൽ അധികം അത്രയധികം അറിവുണ്ട്. പിന്നെ നമുക്ക് തുടക്കത്തിൽ വന്നൊരു വലിയ പാളിച്ച വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്രം ഉപയോഗിച്ചു തരും. കാരണം നമുക്ക് ഇതിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ എത്തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളാണ്, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടെ. നമ്മൾ വേസ്റ്റും കൂടി കുറച്ചുകൂടി സ്ക്വയർ ഷേപ്പ് ആവുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പൊ 4 സൈഡിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈ റൗണ്ട് ഷേപ്പിനൊക്കെ ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയുള്ളത് സ്ക്വയർ ഷേപ്പ് ആണ്. അങ്ങനെ ഫൈനലി ഇവിടുന്ന് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത് ഇതിനകത്തുനിന്ന് കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടല്ലോ, കമ്പോസ്റ്റ് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ലാർവയും കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാർവ എല്ലാ സ്റ്റേജിലുള്ള ലാർവയും അകത്തുനിന്ന് നേരിട്ട് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാവൽ ചെയ്യാമല്ലേ. പിന്നെ അതുപോലെ തൃശ്ശൂർ വരെ എത്താനുള്ള, അപ്പോൾ ഒരു ഓക്സിജൻ്റെ പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോളൊക്കെ ഇട്ട് വരെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. ഈ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വീഡിയോസ് കാണാറുണ്ട്. നമ്മുടെ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ യൂസ് ചെയ്തുള്ള ചോക്ലേറ്റ് അങ്ങനത്തെ വാല്യൂ ആയിട്ട് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര പോസിബിൾ ആണോ, ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണോ? നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ നാട്ടിൽ പോസിബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പുഴുവിനെ തിന്നാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇറിറ്റേഷൻ ആവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊരു പോസിബിൾ അല്ലെങ്കിലും നമുക്ക് പറയില്ലേ, വേറൊരു രീതിയിൽ ചെയ്തു വരുമ്പോൾ അത് ആഡ് ചെയ്തുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യില്ല മെയിനായിട്ട്. അങ്ങനെ ചിലപ്പോൾ ചെയ്യാം. പിന്നെ ഭാവി തലമുറയിൽ ഇത് പ്രോട്ടീൻ പൗഡറിലൊക്കെ മെയിനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പ്രോട്ടീൻ പിന്നെ ഫുഡുകളിൽ തന്നെ ഹെൽത്തി ഫുഡിലൊക്കെ വരാം, ഫോർട്ടിഫൈഡ് ഫുഡ് എന്നൊക്കെ പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആവശ്യമായ പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ലാർവേനെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാൻ ചാൻസ് ഉണ്ട്. ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന അവരൊക്കെ പ്രോട്ടീൻ പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ വേണമെങ്കിൽ ഈ കണ്ടന്റ് ഒക്കെ യൂസ് ചെയ്യാം. പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കി ഈസി ആയിട്ട് പറ്റും. കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഫ്ലേവർ ഇതിപ്പോൾ സ്മെല്ലായിരിക്കും ഒരു പ്രശ്നം വരിക. അതിൽ നമ്മൾ ഫ്ലേവർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു നല്ല സ്മെല്ലുള്ള ഫ്ലേവർ കാര്യങ്ങളൊക്കെ പ്രിസർവേറ്റീവ്സ് ഏതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരില്ല. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഫാമിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ, അതുപോലെ തന്നെ ഇതിലുള്ള കമ്പോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ലിക്വിഡ്, ഈ 3 ഐറ്റവും കളക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവരൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയായാലും അവരുടെ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ വിജയകരമായിട്ട് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അവർ വന്ന സമയത്ത് അവരിൽ നിന്ന് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയും സിമ്പിളായിട്ട് അതും ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഇത്രയും സംവിധാനം നമ്മുടെ മുമ്പിലുണ്ടായിട്ട്
ഒന്ന് നമുക്ക് തീറ്റ ചെലവ്, നമ്മൾ വളർത്തുന്ന കോഴികളോ മീനുകളോ ഉണ്ടെങ്കിൽ അതിൻ്റെ തീറ്റ ചെലവ് നമുക്ക് കുറക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൻ്റെ പരിസരത്തൊക്കെ വെറുതെ വലിച്ച് വാരിയിടുന്ന മാതിരി നമ്മൾ വേസ്റ്റുകളൊക്കെ അടുക്കള വേസ്റ്റൊക്കെ ഒഴിവാക്കാറുണ്ട്. അതൊക്കെ നമ്മൾ അത്തരത്തിൽ ഒഴിവാക്കാതെ നമ്മൾ ഇത്തരത്തിൽ നമുക്ക് സംസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് മറ്റ് വീട്ടിലുള്ള കോഴികൾക്കോ മീനുകൾക്കോ തീറ്റയായിട്ട് കൊടുക്കാനും പറ്റും. അങ്ങനെ ഒരുപാട് സാധ്യതകളിൽ ഒന്നാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മൾ ഈ ചെറിയ രീതിയിൽ ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒന്നും കൂടി കൂടുതലായിട്ട് 1-2 പാത്രങ്ങളിലേക്ക് മാറ്റണം എന്നുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന സമയത്ത് അവർ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇതിനകത്ത് കുറച്ച് പോരായ്മകളുണ്ട്. ഒന്ന്, ഇതിനകത്ത് നമ്മൾ കമ്പോസ്റ്റ് പുറത്തെടുക്കാൻ നമുക്ക് റിസ്ക്കാണ്. കാരണം ഇതിൻ്റെ മുകളിലുള്ള ആ വട്ടം ചെറുതാണ്. അപ്പോൾ അത് വലിയ രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവൻ്റെ മെച്യൂർഡായിട്ടുള്ള സംഭവമൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ കൈയിട്ട് കോരിയെടുക്കുന്ന സമയത്ത് തന്നെ വലിയ വലിയ സൈസുള്ള സംഭവങ്ങൾ മെച്യൂർഡായിട്ടുള്ളത് അതിനകത്ത് തന്നെ എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡിസൈൻ്റെ പോരായ്മയാണ്. അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയൊരു ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സക്സസ് ആവുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. ഇതിൻ്റെ ഡിസൈനിങ് മാറ്റിയിട്ട് വേറൊരു ഡിസൈനിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം നമുക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. എങ്ങനെയായാലും ഇൻഷാല്ലാ നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.